ഹായ്, വെൽക്കം ബാക്ക് ടു sheezflavours. ഇന്നൊരു ഓറഞ്ച് കേക്കാണ് ഉണ്ടാക്കുന്നത്. വൈറ്റമിൻ സി ധാരാളമുള്ള ഓറഞ്ച് കേക്ക്. അപ്പോൾ ഇത് നമുക്ക് വീട്ടിലെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ലോക്ക്ഡൗൺ ടൈം ആണല്ലോ, എല്ലാവരും വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ നമുക്ക് വീട്ടിൽ ഇരുന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി കേക്കാണിത്. ഇതിലേക്ക് എഗ്ഗൊന്നും ചേർക്കുന്നില്ല, ബട്ടർ ചേർക്കുന്നില്ല. അപ്പം എല്ലാവർക്കും ഉണ്ടാക്കാൻ എളുപ്പത്തിൽ കഴിയുന്ന ഒരു കേക്കാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഓറഞ്ചാണ് മെയിനായിട്ട്. 2 ഓറഞ്ച് എടുത്തിട്ടുണ്ട്. ഇനി ഓറഞ്ചിൻ്റെ ജ്യൂസ് എടുത്ത് സെപ്പറേറ്റ് ആക്കണം. പിന്നെ വേണ്ടത് ഓറഞ്ച് കളർ, പിന്നെ തൈര്, മൈദാമാവ്, ഓയിൽ, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, ഉപ്പ്, ഷുഗർ. ഇത്രയും സാധനമാണ് ഇതിനാവശ്യമുള്ളത്. തൈര് 1 കപ്പ് എടുത്തിട്ടുണ്ട്. 1 കപ്പ് മൈദയ്ക്ക് പോരാ വീറ്റ് യൂസ് ചെയ്യാം, വീറ്റ് ഫ്ലോറോ യൂസ് ചെയ്യാം. പിന്നെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഉപ്പും. ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ചേർക്കുന്നത് എന്തെന്ന് വെച്ചാൽ കേക്ക് നന്നായിട്ട് പൊന്തി വരാനാണ്. അപ്പോൾ നമുക്ക് ഓറഞ്ച് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ജ്യൂസ് എടുക്കാം. ഓറഞ്ച് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക, അതിൻ്റെ ജ്യൂസ് എടുക്കുക. കുരുവെല്ലാം കളഞ്ഞ് ജ്യൂസ് മാത്രം എടുത്താൽ മതി. കുരു ഒന്നും വീഴരുത്, കയ്പുണ്ടാവും. ഇനി ഇതിൻ്റെ തൊലി ചുരണ്ടിയെടുക്കണം. തൊലിയുടെ മുകൾ ഭാഗം മാത്രം ചുരണ്ടിയെടുക്കുക. അതിൻ്റെ വൈറ്റ് പാട പോലെയുള്ള സാധനം വീഴരുത്, അത് വീണിട്ടുണ്ടെങ്കിൽ കയ്പാവും. അപ്പോൾ നമ്മൾ മുകൾ ഭാഗം മാത്രം ശ്രദ്ധിച്ച് ചുരണ്ടിയെടുക്കണം. ഇത് ഗ്രേറ്റ് ചെയ്യുമ്പം അങ്ങനെ മടക്കി പിടിച്ച് ചെറുതായിട്ട് ചെയ്താൽ മതി. 1 ടീസ്പൂൺ ആവശ്യമുള്ളൂ. അത് ചുരണ്ടിയെടുത്ത് മാറ്റി വെച്ചു. ഇനി ഒരു ബൗളിലേക്ക് 1 കപ്പ് തൈര് ചേർത്തു. അതിലേക്ക് ഷുഗർ പൊടിച്ചത് 1/4 കപ്പ് ചേർക്കുന്നുണ്ട്. ഇതിന് ബീറ്റർ ഒന്നും വേണ്ട, നമ്മൾ തവി കൊണ്ട് തന്നെയാണ് ഇളക്കുന്നത്. തവി കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കുക, അല്ലെങ്കിൽ സ്പാച്ചുല ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഓയിൽ ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് തൈര് എടുക്കുമ്പോൾ പുളിയില്ലാത്ത തൈര് എടുക്കണം, കട്ട തൈര് എടുക്കണം. അല്ലെങ്കിൽ 1 കപ്പ് 1/2 കപ്പ് പാലിൽ 1 ടീസ്പൂൺ വിനീഗർ ഒഴിച്ച് ബട്ടർ മിൽക്ക് ഉണ്ടാക്കി എടുത്താലും മതി. പിന്നെ ഞാനിത് മൈക്രോവേവിലാണ് ഉണ്ടാക്കുന്നത് കൊണ്ട് കുട്ടികൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാവുന്ന ഒരു കേക്കാണിത്. കുട്ടികൾക്ക് കുക്കിംഗ് താല്പര്യം ഉണ്ടെങ്കിൽ ട്രൈ ചെയ്യാം. മൈദ ഇട്ടിട്ട് അതിലേക്ക് ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ, ഉപ്പ് 1/4 ടീസ്പൂൺ. ഇത്രയും സാധനങ്ങൾ അതിലൊന്നിച്ച് മിക്സ് ചെയ്തിട്ട് അരിച്ചെടുക്കാം. അപ്പം നന്നായിട്ട് മിക്സായി കിട്ടും. നന്നായിട്ട് അരിക്കുക. അരിക്കുമ്പോൾ അതിലേക്ക് നന്നായിട്ട് മിക്സ് ആയാലും കുറേശ്ശെ ചേർത്ത് ഇളക്കി കൊടുക്കുക. കട്ട കൂടാതെ ഒരു വശത്തേക്ക് മാത്രം ഇളക്കി കൊടുത്താൽ മതി. മാവ് കട്ടിയാകുന്നതനുസരിച്ച് ഓറഞ്ച് ജ്യൂസ് ചേർത്ത് കൊടുക്കണം. പാലൊന്നും ചേർക്കുന്നില്ല. നമ്മളിപ്പോൾ ഈ ഒരു ടൈമിൽ എല്ലാവരും നല്ല ഹെൽത്തി ഫുഡും ക്ലീൻ ആൻഡ് ഹൈജീനായിട്ട് ഇരിക്കണമല്ലോ. അപ്പോൾ അതാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത്. ആ സമയത്ത് നമ്മൾ വീട്ടിൽ കുക്ക് ചെയ്യുന്ന ഫുഡുകൾ മാത്രം കഴിക്കുക. പുറമേ നിന്ന് അധികം ഐറ്റംസ് ഒന്നും വാങ്ങി കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. നമുക്ക് എത്രത്തോളം ഹൈജീനാണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ വീട്ടിൽ തന്നെ നമ്മളെല്ലാ ഫുഡും ഉണ്ടാക്കാൻ ട്രൈ ചെയ്യാം. ഇതിലേക്ക് ഓറഞ്ച് ജ്യൂസ് ചേർത്ത് ഇളക്കി മിക്സ് ചെയ്യാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇല്ലേ ഉള്ളൂ, നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ എളുപ്പം കഴിയുന്ന ഒരു കേക്കാണ്. ഇതിലേക്ക് ഞാൻ ഓറഞ്ച് കളർ കുറച്ച് ചേർക്കുന്നുണ്ട്. അതിപ്പോൾ ഞാൻ ഫോട്ടോ എടുക്കുന്നത് കൊണ്ട് മാത്രം ചേർക്കുന്നതാണ്, ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് വീട്ടിൽ കഴിക്കാൻ ഉണ്ടാക്കുമ്പോൾ ചേർക്കണമെന്ന് ഒരു നിർബന്ധമില്ല. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഓറഞ്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എസൻസ് ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. ഓറഞ്ചിൻ്റെ തൊലി ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും ഓറഞ്ചിൻ്റെ. അപ്പോൾ അത് ചുരണ്ടി വെച്ചിട്ടുണ്ടല്ലോ, അത് ലാസ്റ്റ് ചേർക്കാം. 1 ടീസ്പൂൺ ഉണ്ടത്. പിന്നെ വെളുത്ത ഭാഗം വീഴാതെ സൂക്ഷിച്ച് വേണം ചുരണ്ടിയെടുക്കാൻ, അത് വീണാൽ കയ്പുണ്ടാവും. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
നമ്മുടെ ബാറ്റർ റെഡിയായി. ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കാം. ഒരു ബേക്കിംഗ് ട്രേ എടുത്ത് ബട്ടർ പേപ്പർ ഇട്ട് ബട്ടറൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. പാത്രം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇതിലത്തെ എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാനാണ്. ഇനി നമുക്ക് മൈക്രോവേവിൽ വെച്ചിട്ടാണ് ഞാൻ ബേക്ക് ചെയ്യുന്നത്. ഇതപ്പോൾ 10-15 മിനിറ്റ് മതി, പെട്ടെന്നാകും. നമുക്ക് സ്റ്റൗ ടോപ്പിൽ വെക്കാം. സ്റ്റൗവിൻ്റെ പുറത്ത് പാത്രം വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഇലക്ട്രിക് ഓവനിലും ബേക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ചൂടാണ്. ചൂടൊന്ന് തണുത്തിട്ട് മറിച്ച് നന്നായിട്ട് ഇളകി വന്നിട്ടുണ്ട്. നല്ല ബ്രൗൺ കളറിൽ ആയി കിട്ടില്ല, മൈക്രോവേവ് ആയതുകൊണ്ട് കുക്കായി കിട്ടും. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ്. ഇത് നല്ല ചൂടാണ്, ആവി പറക്കുന്നുണ്ട്. ചൂടോടെ മറയിട്ട് എടുക്കുമ്പോൾ കേക്ക് മുറിക്കരുത് ശരിക്കും. ഇതിപ്പം വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ മുറിക്കുന്നത്. ചൂടുണ്ട് അതിന്. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ്. കണ്ടോ, സ്പോഞ്ചി കേക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കാൻ എളുപ്പമാണ്, ഹെൽത്തിയാണ്. നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുമെന്ന് വിശ്വസിക്കുന്നു. നല്ല ചൂടുണ്ട്. ഒന്ന് ചൂടാറിയിട്ട് മുറിക്കുന്ന ബെറ്റർ. ചൂടോടെ മുറിക്കരുത്. അപ്പോൾ എല്ലാവരും കേക്ക് ട്രൈ ചെയ്ത് നോക്കുക. ഹാവ് എ നൈസ് ഡേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.